ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ ചാപ്റ്റർ ഓഫ് ലിറ്റ്സ് ഡയറി. നമ്മളിന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എനിക്ക് ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് മൂവ്മെൻറ്റ് കുറവാണ്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയാജിൽ വിളിച്ചപ്പോഴത്തേക്കിനും അവർ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടത് കവളിൽ നല്ല നീരുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തന്നതാണ് ഞാൻ. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പല്ലിന് നല്ല വേദനയായിട്ടുണ്ട്. അത് ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. ബേബി മൂവ്മെൻറ്റും ഇതും നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നടക്കാം. ഇല്ലേ, ഡെലിവറിക്ക് വരുമ്പോഴത്തേക്കിനും ചേട്ടായി വ്ളോഗ് എടുക്കില്ലേ, അപ്പോൾ സംസാരിക്കുമോ? കൂട്ടുകാരെ എൻ്റെ ഭാര്യയോട് പ്രസവിക്കാൻ പോയാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി അവളെ പ്രോത്സാഹിപ്പിക്കാം. മതിയോ? എടുക്കൂല. നമ്മളിവിടെ ഹോസ്പിറ്റലിലെത്തി. മറ്റേണിറ്റി ട്രയാജില് കാണിക്കാൻ കേട്ടില്ല. ചേട്ടായി പോകേണ്ടി വരുമോ? ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക കേട്ടോ. ഇങ്ങനെ സംസാരിച്ച്, ഞാൻ സാധാരണ വോയിസ് ഓവറാണ് ചെയ്യാറ്. അപ്പം ഇങ്ങനെ സംസാരിച്ച് എനിക്ക് വലിയ പരിചയമില്ല. അതുകൊണ്ട് എന്തോ ഒരു ഡിസ്കംഫോർട്ടോ അത് എന്തൊക്കെയോ തോന്നുന്നു. അപ്പം ഇപ്പം ട്രയാജിനസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബേബി മോണിറ്ററിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബേബി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മൂവ്മെൻ്റ് ഉണ്ട്. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് മൂവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ചവിട്ടി തുള്ളുവാണ്. പക്ഷേ ഇവർ ഓക്കെയാണ്. അവർ പറഞ്ഞു വന്നത് നന്നായി, നമുക്ക് ചെക്ക് ചെയ്തിട്ട് പോകാമല്ലോ. പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. കാരണം എനിക്ക് ചെറിയൊരു ഡിസിനെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അയണിൻ്റെ കുറവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു യൂറിൻ ടെസ്റ്റ് കൂടെ ചെയ്തിട്ട്, കാരണം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പ്രീ എക്ലാംസി ഉണ്ടായിരുന്നു. അപ്പോൾ അപ് ടു നൗ പ്രോട്ടീൻസൊക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും അത് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അതും ഓക്കെയാണ് എങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. അതാണ് പ്ലാന്. ഞാനും അജുവും കൂടെയാണ് വന്നത്. ഇപ്പോൾ അജു ഹേഡുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അവനെ നഴ്സറി നമ്മൾ രാവിലെ വിട്ടിട്ട് ആണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ പ്ലാൻസ് എല്ലാം വേറെ ആയിരുന്നു. നമ്മൾ ഇന്ന് നെസ്റ്റിങ് ചെയ്യണം, കുഞ്ഞിൻ്റെ തുണിയെല്ലാം അടുക്കി വയ്ക്കണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ബേബി ഹാഡ് സം അതർ പ്ലാൻസ്. അങ്ങനെ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ വന്നത് റിഗ്രറ്റ് ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, ഇപ്പോൾ ഓക്കെയാണ് എന്നുള്ളത്. പിന്നെ മൺഡേയിലാണ് എനിക്ക് നെക്സ്റ്റ് സ്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രോത്ത് സ്കാൻ ഉണ്ട്. ഞാനിപ്പോൾ 37+5 ഡേയ്സാണ്. അപ്പം എനിക്ക് പ്രീ എക്ലാംസി ലാസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അതിവിടെയായിരുന്നു എൻ്റെ ഡെലിവറിയൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അവർ മേവീസ് ക്ലിനിക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സാധാരണ നമുക്ക് UK ഇത്രയും സ്കാൻസ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ എനിക്ക് പ്രീവിയസ് പ്രീ എക്ലാംസി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അവരിനി നമുക്ക് ഒരു ഗ്രോത്ത് സ്കാൻസ് 3 വീക്സ് അപ്പാർട്ട് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സ്കാൻ എന്ന് പറയുന്നത് മൺഡേ ആണ്. ഞാൻ മൺഡേ വരെ വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അജു ഒരു ടെൻഷൻ, നമ്മളൊന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. അപ്പം അവരൊന്ന് നോക്കുന്നുണ്ട് മൺഡേയിലെ സ്കാന് നമുക്ക് ഇത്രയും നേരത്തെ ആക്കാൻ പറ്റുമോ എന്ന്. എനിക്ക് തോന്നുന്നില്ല അവരാക്കുമെന്ന്, കാരണം ഇനി എന്തായാലും 2 ദിവസം കൂടെ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ശനി ഞായർ 3ാമത്തെ ദിവസമാണ്. എനിക്കറിഞ്ഞില്ല അവരെന്തായാലും എന്ത് പറയുന്നതെന്ന് നോക്കട്ടെ. ഇതിന് CTG മോണിറ്ററിങ് ആണെന്നാണ് പറയുന്നത്. ആ ഗ്രാഫിൽ കണ്ടോ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സും ഹാർട്ട് റേറ്റും. ഈ കാണുന്നതാണ് ഹാർട്ട് റേറ്റ്. അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 മിനിറ്റ്സ് ആണ് അവർ പറയുന്നത്. 30 മിനിറ്റ്സ് മൂവ്മെൻ്റൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടും. പിന്നെ ഹെയ്ഡുവിനെ ഞാനാണ് കൊണ്ടാക്കിയത്. ഹെയ്ഡുവിനെ കൊണ്ടാക്കിയ ആൾ തന്നെ തിരിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഹെയ്ഡുവിനൊരു ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടാവും. അവന് നമ്മളെ അന്വേഷിക്കും. അങ്ങനൊരു
ഇതുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു, ചെല്ലുമ്പോഴത്തേക്കിനും എന്നെ കണ്ടില്ല എങ്കിൽ മമ്മി വേറായു എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവന് വേണ്ടിയിട്ട് അവന് ഈ ബോൾസ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ കുഞ്ഞി മാർബിൾ ബോൾസൊക്കെ അല്ലെങ്കിൽ സാധാ ബോൾസ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാർബിൾ ബോൾസും കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻ്റെ കാര്യം മറന്നു പോയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി അവിടെ ഹെയ്ഡുവിനെ പിക്ക് ചെയ്ത് അജു വീട്ടിൽ കൊണ്ടാക്കും. മമ്മി വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ മമ്മീൻ്റെ അടുത്ത് ആക്കിയിട്ട് അജു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും പറ്റുവാണെങ്കിൽ ഇത് ചെയ്യണം, ഇനി നെസ്റ്റിങ് ചെയ്യണം. എൻ്റെ മറ്റേണിറ്റി ബാഗ് പാക്ക് ചെയ്തു. ഫൈനലി മിനിഞ്ഞാന്ന് ഞാൻ പാക്ക് ചെയ്തു. ഞാനിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ March 15 കുഞ്ഞിൻ്റെ ഡ്യൂ ഡേറ്റ് പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും നാൾ പോകുന്നു. പക്ഷെ എനിക്ക് മാർച്ച് എന്നുള്ള മന്തിൽ വേണമെന്നാണ്, അതിന് നേരത്തെ ആവരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ഇനി 2 days കൂടെ ഉള്ളൂ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ. നമ്മൾ സ്കാനിങ് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് പോവാം കേട്ടോ. താഴെ ചെന്നിട്ട് സ്കാൻ ചെയ്തിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിവിടെ വരണം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ബ്ലഡ് റിസൾട്ട്സ് ഒക്കെ പറയുന്നത്. ഇങ്ങോട്ട് ഹെയ്ഡുവിനെ കൊണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ സ്കാനിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ട്രയാജിൽ അവിടെ കാണാൻ വേണ്ടിയിട്ടിരിക്കുക. നമ്മൾ എന്താ കേൾക്കാൻ മല്ലേ? ഇനി നമ്മൾ നേഴ്സിനെ കാണണം, റിസൾട്ട് അറിയണം. അത് കഴിഞ്ഞ് ഓക്കെയാണെങ്കിൽ നമുക്ക് പോകാം. എനിക്ക് തല ഇറങ്ങും, വിശക്കുന്നു. ഈ പോയിന്റിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും വയ്യാതായി. ഞാൻ നല്ലോണം തല കറങ്ങുന്നുണ്ട്, ഷുഗറൊക്കെ താന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളായിരുന്നു. പിന്നെ എന്തായാലും അവർ കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ തന്നെ വിളിച്ചു. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. ബ്ലഡ് റിസൾട്ട്സ്, USG എല്ലാം ഓക്കെയാണ്. ബേബിക്ക് മൂവ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി. എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു MRS ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു പേസ്റ്റ് കഴിച്ച് വന്ന ഉടനെ ഞാൻ ഫുഡും കഴിച്ച് നല്ലോണം ഒന്ന് റെസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയാണിത്. ഞങ്ങൾ ഒരു 2:30 ആയപ്പോഴത്തേക്കും തിരിച്ചെത്തിയതാണ്. തിരിച്ചെത്തിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. എനിക്ക് തല കറങ്ങുമായിരുന്നു. എൻ്റെ ഷുഗറൊക്കെ തന്നിട്ട് പെട്ടെന്ന് ഞാൻ ചോറുണ്ടു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല ടയേർഡായി. രാവിലെ തൊട്ടിരിക്കുന്നതല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നല്ല ഫാസ്റ്റായിരുന്നു. എന്നാലും ഒത്തിരി നേരം എനിക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് പെട്ടെന്ന് ഷുഗർ താഴും. ഇപ്പം നമ്മുടെ ഡേറ്റ് കൂടെ അടുത്തതുകൊണ്ട് അപ്പോഴത്തേക്കിനും നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റാണ്. ഇപ്പോൾ ഒരു 5:30 ആവുന്നു. വേറൊരു കൂട്ടം കാണിച്ചു തരാവേ. ഒരാൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇത് ഹെയ്ഡുവിൻ്റെ തൊട്ടിയാണ്. പക്ഷേ ഇത് നമ്മളിപ്പം ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഹെയ്ഡ് കുഞ്ഞായിരുന്നപ്പോൾ ഇതിൽ കിടന്നിട്ടേ ഇല്ല. ഇപ്പം എൻ്റെ പ്രഗ്നൻസി പില്ലോ അതിൻ്റെ നടുക്ക് ചുരുട്ടുകൂടി കിടക്കുകയാണ് ആളെ ഇപ്പം എണീപ്പിക്കണം. നാപ്പ് ടൈം കഴിഞ്ഞു. ഇനി ഒത്തിരി നേരം കിടത്തിയാൽ രാത്രി ഉറങ്ങത്തില്ല. ഞാൻ നാപ്പ് ടൈം ഇപ്പം നിർത്തിയിട്ട് രാത്രിയിൽ നേരത്തെ ഉറക്കുന്ന പരിപാടി തുടങ്ങിയതാണ്. ആ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് നമ്മുടെ കൂടെ നമ്മൾ അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം, അവൻ്റെ കൂടെ ഇരിക്കണം. അപ്പം എനിക്ക് ഇന്ന് അതിന് വയ്യാത്തത് കൊണ്ട് ഞാൻ അവനോട് ഉറങ്ങാൻ പറഞ്ഞ് അവൻ അതിനകത്ത് കിടന്നേ ഉറങ്ങുള്ളൂ എന്ന് വാശി പിടിച്ച് അങ്ങനെ അതിനകത്ത് കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പം ഞാൻ ഇനി അവനെ എഴുന്നേൽപ്പിക്കട്ടെ. അവനെ എഴുന്നേൽപ്പിച്ച്
അവനുള്ള ഫുഡൊക്കെ കൊടുക്കണം. അവനെ കുളിപ്പിച്ചതാണ്, മമ്മി ഓൾറെഡി കുളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെറ്റാക്കണം. ഇനി എനിക്ക് കുളിക്കണം. അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്ന് ഈ ക്രിപ്പ് സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ കബോർഡുണ്ട്, കബോർഡിൽ തുണിയെല്ലാം എടുത്ത് വെക്കണം. തുണിയെല്ലാം അലക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതെല്ലാം നല്ലോണം മടക്കിയെല്ലാം വെക്കണം. അതായിരുന്നു ഇന്നത്തെ പ്ലാൻ. അത് നടന്നില്ല. ഇനി അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ ഞാനത് ഇവിടെ കാണിക്കാം. ഇല്ലെങ്കിൽ അത് പിന്നൊരു ദിവസം ആക്കാൻ പറ്റുമല്ലോ. ഇനി നാളെ ആക്കണം. കാരണം ഒത്തിരി ദിവസം ഇനി ഇല്ലല്ലോ. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.